ഈ ദേശത്തോടെ കരുണ കാണിക്കണമേ, മനസ്സറിയണമേ. ഈ ജനങ്ങൾക്ക് കർത്താവ് ഒരു വിടുതല അയക്കണമേ. ഈ ദേശത്തിലെ കർത്താവ് ചുറ്റുപാടുള്ള എല്ലാ ജനങ്ങളെയും വിടുവിക്കണമേ. ഈ ദേശത്തിലെ വ്യാപാരികളെ എല്ലാ അന്ധകാരത്തെ യേശുവിന്റെ നാമങ്ങളെ എതിർക്കണം കർത്താവേ. നിർമ്മൂലമാക്കണം കർത്താവേ. അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. അനേക ആയിരങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനത്തിലും വിടുതല കൊടുക്കണം കർത്താവേ. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് കിടന്ന എല്ലാ ദൈവദാസന്മാരെയും കരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക കർത്താവേ. ഹല്ലേലൂയ. കൃത്യമായിട്ട് കർത്താവേ. ഹല്ലേലൂയ. സ്റ്റാലിൻ ഭാഷകായ സ്തോത്രം. ഈ ദിവസങ്ങളിലെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയും ദൈവത്തിലിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ കൃപ കർത്താവേ പ്രിയ മക്കളെ നിറയ്ക്കണമേ. ആവശ്യങ്ങൾ മധ്യയിലെ കർത്താവ് ദൈവം ഇറങ്ങി വന്ന് ആവശ്യങ്ങളെ തന്ന് കർത്താവ് മാനിക്കണമേ. നാമം മഹത്വപ്പെട്ടും കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. മോണിച്ചാൻ ഗാനങ്ങൾ സ്തോത്രിക്കണം കർത്താവേ. കർത്താവേ സവിക്കെല്ലാം ഇരുന്നിട്ടും ശരീരത്തിലെ ക്ലേശങ്ങൾ ഇരുന്നിട്ടും കർത്താവേ വാഞ്ചയോടെ ദാഹത്തോടെ കർത്താവേ ഈ പ്രവർത്തനത്തോടെ കർത്താവ് ബന്ധത്തില് കടന്നു ഓർത്ത് നന്ദിയോടെ തുനിക്കുന്നത് സ്തോത്രം ചെയ്ത് പ്രിയ ദേവദാസനെ ശക്തീകരിക്കേണ്ട ഫലപ്പെടുത്തിയാട്ടോ സവിക്കത്തോടെ നടത്തണമേ. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. ശരീരത്തിലെ ബലം ഉണ്ടാകട്ടെ. ഹൃദയത്തിൽ ധൈര്യം ഉണ്ടാകട്ടെ. സവിക്കം വെളിപ്പെടട്ടെ. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. പ്രിയ ദേവദാസനെ അനുകരിക്കണമേ, ആസ്വദിക്കണമേ. പ്രിയ പാവച്ചാൻ ഗാനങ്ങൾ സ്തോത്രിക്കണം കർത്താവേ. ദാസന്റെ എത്രത്തോളം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. ഉത്തരവാദങ്ങളെ ഏറ്റെടുത്ത് കർത്താവേ നടത്തக்கூடிய കൃപയും ദൈവജ്ഞാനം ദൈവ പരിജ്ഞാനവും തന്ന് കർത്താവേ ഇത്രത്തോളം നടത്തുന്ന കൃപയിലേക്കായി നമുക്ക് നന്ദി കർത്താവേ. ശരീരത്തിൽ ആരോഗ്യം ബലം തന്ന് കർത്താവേ വഴി നടത്തണം പ്രാർത്ഥിക്കുന്നത് സൈമൺ ഭാഷകായ സ്തോത്രം കർത്താവേ. കർത്താവേ പ്രിയ ദൈവദാസനെ അനുകരിക്കണമേ. ഉത്തരവാദിത്തോടെ നിൽക്കുന്ന ദൈവസഭയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ്. കടന്നു പറയാൻ എങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. മകനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തിയാകട്ടെ. നാമം മഹത്വപ്പെട്ടവരെ ജനകായ സ്തോത്രം കർത്താവേ. അപ്പൊ വേദനയോടെ പല സമയങ്ങളെയും കടന്നു പറ കർത്താവേ. ഹല്ലേലൂയ. ബുദ്ധിമുട്ടോടെ കടന്നു വന്ന് കർത്താവേ ഹല്ലേലൂയ ഒന്നിച്ച് ചേർന്ന് ആരാധിക്കുന്ന മഹാബലി കൃപയ്ക്കാണ് ഞങ്ങൾ സ്തോത്രിക്കണം കർത്താവേ. അച്ഛനെ ശക്തീകരിക്കുവാൻ ബലപ്പെടുത്താവും സവിക്കത്തോടെ കർത്താവേ. ഈ ടീമിലുള്ള എല്ലാരെയും കർത്താവ് ദേവ്യാനന്ദ സഹോദരങ്ങൾക്കായ സ്തോത്രം, സഹോദരിക്കായ സ്തോത്രം കർത്താവെ. അനുകരിക്കണമേ, ആസ്വദിക്കണമേ. നാമം മഹത്വപ്പെടട്ടെ. രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ. നാമത്തിക്ക് വേണ്ടി പ്രിയ മക്കളെ കർത്താവ് ഉപയോഗപ്പെടുത്തുന്ന കർത്താവേ. എങ്കിൽ മധ്യയിലെ കടന്നു വന്ന ദൈവദാസനെ ഓർത്ത് കുടുംബമായി അനുകരിക്കണമേ, ആസ്വദിക്കണമേ. ദൈവദാസൻ ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം അനുകരിക്കപ്പെടട്ടെ. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. അരുമയായ സഹോദരൻ ജോയിക്കായ ഞങ്ങൾ സ്തോത്രിക്കണം കർത്താവേ. പ്രിയ മകനെ അനുകരിക്കണം സഹോദരിക്കായ ഞങ്ങൾ സ്തോത്രിക്കണം കർത്താവേ. കർത്താവ് കുടുംബമായിട്ട് കുഞ്ഞുങ്ങളെല്ലാം അനുകരിക്കപ്പെടട്ടെ. ഈ ദേശത്തിലെ കർത്താവെ മാനിക്കണമേ, മകനെ ഉയർത്തണമേ. അനുകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. മകനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ഈ ദേശത്തിൽ ചെയ്യണമേ. നാമം മഹത്വപ്പെടട്ടെ കർത്താവേ. അതിനെ താഴ്ത്തി സമർപ്പിക്കുന്നത് പ്രാർത്ഥന സ്തോത്രം. യേശുവിന്റെ നാമം പ്രാർത്ഥിക്കാനുള്ള പിതാവേ. കൂടി വന്ന സമയത്ത് പാട്ടുകൾ പാടുവാനും പ്രാർത്ഥിപ്പാനും ഒരു സങ്കീർത്തനഭാവം വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. സങ്കീർത്തനഭാവം വായിച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു ഭാവങ്ങളാണ് കർത്താവിന്റെ. 37-ാം സങ്കീർത്തനം വാക്യമായി വായിക്കാം. 37-ാം സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. വായിച്ചോളുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയരുത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കാം. നിന്റെ വലിയ യഹോവയെ ഫലമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെ കുറിച്ച് നീ മുഷിയരുത്. ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ചേർന്ന് ഇത് വാക്കുകൾ വായിക്കാം. ദോഷം നിരൂപിക്കുന്നു. അവരെ പങ്കുവലിക്കുന്നു. കർത്താവിനെ നോക്കി ചിരിക്കും. അവന്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു.
അവൻ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കാമല്ലോ. സ്തോത്രം ചെയ്യുന്നു. ദയവായിട്ട് ആയിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നല്ല ഒരു കത്ര ദിവസം കൂടി ദൈവം നന്ദി തന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. പ്രഭാതത്തിൽ പലയിടങ്ങളിലായി നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും ഈ സന്ധ്യവേളയിൽ ഇവിടെ കടന്നു വന്ന ദൈവത്തെ വാഴ്ത്തുവാൻ, സ്തുതികരേറ്റുവാൻ, ആരാധിപ്പാൻ ഒക്കെ ദൈവത്തിന്റെ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. സനയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും പ്രത്യേക നമ്മുടെ മറ്റായിരിക്കുന്ന കത്തുദാസ കുടുംബം മറ്റ് സകല കടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവനാമത്തിലുള്ള വേഗം വരുന്ന യേശുക്രിസ്തു നാമം പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്താ വൈകുന്നേരത്ത് സമയം നമ്മുടെ കുറവാണല്ലോ, അതിനാൽ സംഘത്തിൽ നിന്ന് പ്രത്യേക ഒന്നും എടുത്ത് സംസാരിക്കുന്നില്ല. എങ്കിലും ഒരു വാക്യം മാത്രം വായിക്കുന്നു. 2 വാക്യങ്ങൾ, ആ 3-ാമത്തെ വാക്യം വരെ, 1 മുതൽ 3 വരെ. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അവിടെ ദുഷ്പ്രവൃത്തിക്കാരനെ കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചും പ്രത്യേകം എടുത്തു പറയുന്നത്. ദുഷ്പ്രവൃത്തിക്കാരന്റെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുമ്പോൾ അവന്റെ അവസ്ഥകൾക്കൊക്കെയും ഒരു നിമിഷം കൊണ്ട് പൂർണ്ണമായി ശൂന്യത വരുമ്പോൾ പ്രതികൂല സാഹചര്യത്തിലും പ്രതിസന്ധിയുടെ നടുവിലും ഒന്നുമില്ലായ്മയുടെ നടുവിൽ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ചുറ്റും പ്രതികൂലമാണ്, ചുറ്റും അവിശ്വാസം ചെയ്യുന്നു, വക്രതയുള്ള തലമുറയാ. എന്നാൽ അതിന്റെ നടുവിൽ നമ്മെ പോറ്റുവാൻ, നമ്മെ ജയകരമായി നടത്തുവാൻ, ജയത്തോടെ നടത്തുവാൻ, ഉയർത്തി നടത്തുവാൻ ദൈവം ശക്തനാണ്. അവിടെ നാം പുറവെറുക്കുവാനല്ല, അവിടെ നമ്മെ കരുതുന്ന ഒരു കർത്താവുണ്ട്. അവൻ ഏലിയാവിനെ കരുതിയ ദൈവം നമ്മെ കരുതുവാൻ ശക്തനായവൻ. എന്നാൽ ദുഷ്പ്രവൃത്തിക്കാരനെ കണ്ട്, അവന്റെ പ്രവൃത്തികളെ കണ്ട്, അവന്റെ സംസാരത്തെ കേട്ട്, അവന്റെ നോട്ടത്തെ കണ്ട്, അവന്റെ ചെയ്തികളെ ഒക്കെയും കണ്ട് അവൻ നമ്മൾ വായിച്ച വാക്യത്തിൽ വായിക്കുന്നു, കാരണം അവൻ യഹോവ അവനെ നോക്കി ചിരിക്കും. കാരണം അവന്റെ ദിവസം വളരെ വേഗത്തിൽ കടന്നു പോകും, വളരെ വേഗത്തിൽ. 90-ാം സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ച് നിർത്തിയേക്കാം. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഒരിക്കൽ ദുഷ്പ്രവർത്തിക്കാരനെ കുറിച്ച് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ, അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ദൈവം ദുഷ്പ്രവർത്തിക്കാരനെ ഉന്മൂലനം ചെയ്യുന്നു, ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അവന്റെ ഇടം പോലും തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവൻ ശൂന്യമാക്കി കളയുന്ന ഒരു കർത്താവ്. എന്നാൽ ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ, ദൈവത്തെ ആശ്രയിക്കുന്നവനെ ദൈവം കരുതുവാൻ ശക്തനായവനാണ്. അവിടെ നാം പുറകുറക്കുവാനല്ല, അവിടെ നാം ക്ഷീണിച്ചു പോകുവാനല്ല പറഞ്ഞത്. അമേശ്വര വചനം പറയുന്നത് ഇങ്ങനെയാ, യഹോവയിൽ ആശ്രയിക്കുക, അമേശ്വര ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക.
യഹോവയിൽ ആശ്രയിച്ച് ഈശ്വരം നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഒരു പക്ഷെങ്കിൽ ദുഷ്പ്രവർത്തിക്കാരെ, ദൈവത്തെ മറന്നു കളയുന്നവരെ, ദൈവത്തെ വിട്ടുകളയുന്നവരുടെ അവസ്ഥകളെ കണ്ട് പലപ്പോഴും നമുക്ക് അസൂയ തോന്നാറുണ്ട്. 73-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നുണ്ട്, അവരുടെ മുഖം ആ തക്കാളിപ്പഴം പോലെ ചുമന്ന് തൊടുത്തിരിക്കുക, അവരുടെ കണ്ണുകൾ ഒന്നി നിൽക്കുക, എല്ലാം കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, അവരെ കുറിച്ച് ഭക്തൻ ആദ്യം പിറവരത്തെങ്കിലും പിന്നത്തേത് ആലയത്തിലേക്ക് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ദുഷ്പ്രവർത്തിക്കാരന്റെ അവസ്ഥ അവനെ വഴിവഴുപ്പിൽ നിർത്തിയിരിക്കുക. വീട് കഴിഞ്ഞാൽ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല. എന്നാൽ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഭാര പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്നെ കരുതിയ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ ദൈവം എന്റെ വലങ്കര പിടിച്ചിരിക്കുന്നു. അവന്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. പിന്നത്തേതിൽ മഹത്വത്തിൽ കൈക്കൊള്ളും. ഭക്തൻ പറയാ, എന്റെ വലങ്കര പിടിച്ച ഒരുവനുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലോ, ഏത് പ്രതികൂലത്തിന്റെ നടുവിലോ എന്നെ തള്ളിക്കളയാതെ, എന്നെ വിട്ടുകളയാതെ, എന്നെ പിടിച്ചു നടത്തുന്ന, എനിക്ക് ജയം തരുന്ന, എനിക്ക് നന്മ തരുന്ന, എനിക്ക് ആലോചന തരുന്ന, എനിക്ക് അനുഗ്രഹം തരുന്ന ഒരു വരവുണ്ട്. അവൻ ആലോചന പറഞ്ഞു തരുന്ന ദൈവമാ, പിന്നത്തേത് മഹത്വത്തെ കൈക്കൊള്ളുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഒന്ന് വിളിച്ചറിയുവാൻ, ആ ദൈവത്തോട് നടുത്തിരിക്കുവാൻ നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. താവേ, വഴുതി പോകാതെ വേണം, വീണു പോകാതെ വന്ന് നിന്നോട് ചേർന്നിരിപ്പാൻ അവനെ സഹായിക്കുന്ന യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുവാൻ, അവനെ തന്നെ ആശ്രയിപ്പാൻ തൊക്കണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനകാല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടത്. നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകാൻ സ്തോത്രം ചെയ്യും. അല്പസമയം സാക്ഷ്യം പറയുവാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ അവസരം തരുന്നു. അവർക്കൊരു പ്രത്യേകം പ്രാർത്ഥിക്കും. ടീമിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സാക്ഷ്യത്തിനുള്ള സമയം പറയുന്നു. മഹേഷ് ഭാഷ, ഭാഷ, സ്റ്റാലിൻ ഭാഷ, 3 നിവാസന്മാരും നമ്മുടെ മധ്യമുണ്ട്. നമുക്ക് 3 പേർക്ക് നമ്മോട് പറയാനുള്ള ദൈവിക ആലോചന എന്നോട് പറയാം, എന്ന് ഞാൻ പറയാം, എന്നോട് പറയാനുള്ള ആഗ്രഹം അവർക്ക് കേൾക്കുവാൻ നമുക്ക് സമയം വേർതിരിക്കണം. എല്ലാം ദൈവനാമ മഹുതനായി തീരട്ടെ. സാക്ഷ്യം പറയാം, സഭയിൽ പറയാം, പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ടെങ്കിലും പറയാം. കടന്നു ആർക്കും പറയാം. സാധാരണ പ്രത്യേക മോദി പറഞ്ഞു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് പ്രകാരം ചെറിയ കൂട്ടമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനും പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് ഒരുമിച്ച് ഞങ്ങൾക്കും കുടുംബമായിട്ട് ആദ്യമായിട്ട് ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ കടന്നു വരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും എൻ്റെയും ജീവിതത്തിൽ ഒരുക്കി തന്ന, ഞങ്ങൾക്ക് കുടുംബമായും ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയ റീജ സിസ്റ്റർ ബേബി ബ്രദറിന് ഈ വിഷയമൊന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്ററായിരുന്നു ഞങ്ങളോട് ഈ വിഷയമൊന്ന് പറഞ്ഞത്. എന്നാൽ അന്നേരം ആദ്യം പ്രിയ ദേവദാസിനൊരു താല്പര്യം ഉച്ച കഴിഞ്ഞ് വേറെ ഒരു മീറ്റിങ്ങിന് കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിനൊന്ന് കടന്നു വരണമെന്നൊരു ആഗ്രഹം ഉള്ളത്തിൽ തോന്നി. അങ്ങനെയുള്ള ക്രമീകരണം സ്റ്റാൻലി പാസ്റ്ററോട് പറയുവാനും അദ്ദേഹം അതിന് മുൻകൈയെടുത്ത് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തി, പ്രിയ ദേവദാസിയെ ഒഴിവാക്കി ഞങ്ങളെ ഉൾപ്പെടുത്തി ഈ കൂട്ടായ്മയിൽ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മനസ്സ് കാണിച്ചു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ ശ്രേഷ്ഠ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പ്രാരം ഓർക്കുകയായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ ശൂന്യമായിരിക്കാം. അതെ, ഇവിടെ വന്നിരുന്ന പാട്ടുപാടി പ്രാർത്ഥിച്ചു കടന്നു പോകുന്നു. പക്ഷേ നമ്മളിവിടെ ഇരുന്ന് പാടുന്നത്, ഇവിടെ മുഴങ്ങുന്ന ദൈവവചനം ഇന്നല്ലെങ്കിൽ നാളെ ഈ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മളായിരുന്ന ദേശത്ത് ഹല്ലേലൂയ. ഞാൻ ഒരു മർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നതാണ്. എൻ്റെ 10ാം വയസ്സിൽ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പലപ്പോഴും ചിന്തിക്കും, എൻ്റെ തൊട്ടടുത്ത് അയൽപക്കത്തെ വീട് TPM ഒരു വീടായിരുന്നു.
അത് പക്ഷേ അവിടുത്തെ മദേഴ്സ് ആരെങ്കിലും ഒക്കെ എൻ്റെ ഓർമ്മയിലൊന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതല്ലാതെ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിലൊന്നും വന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു മനുഷ്യരില്ലായിരുന്നു. ബന്ധക്കോസ് എന്ന് പറയുന്നത് തിരുവല്ലായിൽ തന്നെയാണ് എൻ്റെ വീട്. എന്നാൽ ഞാനത് ഓർക്കുമായിരുന്നു, കാലാകാലങ്ങളിൽ നമ്മൾ വിശ്വാസത്തോടെ ദൈവമക്കൾ ദൈവദാസന്മാരൊക്കെ കാല് ചവിട്ടിയ ഭവനങ്ങളാണ് പിന്നീട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ ശൂന്യമായി ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, തിരുവചനം പറഞ്ഞ് നമ്മൾ കടന്നു പോകുന്നു. ആരും വരില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അറിയാതെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ ദേശത്ത് കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും. നമ്മൾ അറിയാത്ത ജീവിതങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇവിടെ മുഴങ്ങുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഒരിക്കലും നിശ്ചലമായി പോകത്തില്ല. അതിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. നമ്മളെ കാലാകാലങ്ങളിൽ ദൈവം അങ്ങനെ വേർതിരിച്ചല്ലോ. അടികൾക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നു. ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വൻ കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ചുമല കൊടുത്ത് മുൻപോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ച പ്രിയ ദൈവസഭയുടെ പ്രാർത്ഥന ദിവസനെ ചോദിച്ചുകൊണ്ട് ഞാൻ ദിവസനെ താണിരുന്നു. എൻ്റെ പേര് ശോശാമ തോമസ്. ഇനി ആർക്കും സാക്ഷ്യം പറയാൻ പ്രത്യേക ദിവസം സമയം അനിൽമോൻ അനിൽമോനല്ലേ? അനിൽമോൻ സുഖമില്ലാത്ത മാനസികമായ പ്രയാസം. സഭയിലെ വിഷയം. എത്ര വയസ്സ്? 20 വയസ്സ്. ഈ മാന്യ സഭയുടെ സാക്ഷി ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. ഇസ്ലാമാർന്നത് ഇതെന്തിനാ പറയുന്നത് ചോദിച്ചാൽ ചോദിക്കുന്നത് കേൾക്കണം. അല്ലാതെ ഒരു സാക്ഷ്യം കേട്ടെങ്കിലല്ലേ ഓരോരുത്തരും കർത്താവിനെ കണ്ടെത്തിയ അനുഭവം, കർത്താവിനെ ജീവിക്കുന്ന അനുഭവം കേട്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് ചിന്തിപ്പാൻ കഴിയത്തുള്ളൂ. ബൈബിൾ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് സാക്ഷ്യത്തിന് പറ്റിയ സമയത്ത് ഒക്കെ ചെയ്യുന്നു. സംഗീതം വായിക്കുന്നതൊക്കെ ഈ സംഗീതം വായിച്ച സംഗീതം എല്ലാ ദൈവാസനം കാണാൻ എനിക്കെല്ലാം കാണാൻ അറിയാം. പക്ഷെ അതല്ല എൻ്റെ ഉദ്ദേശം. അത് ഓരോ വാക്കിലും വേദോത്സവം ഓർത്ത് പിടിച്ചില്ലേലും അതിന് ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കണം. അതാണ് അതിൻ്റെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വന്ന് 3-4 മീറ്റിംഗ് നടത്തി. ചിത്രയെ കാണാൻ ദൈവം കൃപ ചെയ്തു. അത് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്. ഞങ്ങൾക്കൊരു തൃപ്തിയുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം ഞങ്ങളെ പിടിപ്പിച്ച കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുക. അവർ കേട്ടാലും കേട്ടില്ലേലും പറയണമെന്നാണ് ഈ തിരുവചനം പറയുന്നത്. കേട്ടാലും കേട്ടില്ല പറഞ്ഞേക്കുക. ബാക്കി കാര്യം തമ്പുരാന്റെ കയ്യില, ഞങ്ങളുടെ കയ്യിലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 2 മാസം കഴിയുന്നു, 3 മാസം ഇപ്പം കടന്നു വരുന്നു. ദൈവിക ആരാധന നടക്കുന്ന ദൈവദാസന്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് അല്പം പെയിനെടുത്ത് ത്യാഗം ശ്രമിച്ചതിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ താല്പര്യത്തോടെ ചെയ്യുന്നല്ലോ, അതിന് ദൈവം പ്രതിഫലം തരും. അത് പോരാ, ദിവസങ്ങളിൽ കൂടി വരണം. ഇവിടെ അത്ര കുട്ടിവീട്ടിലും കയറി വേണം. ഇവിടെ കൂടി വരണം. 2 മണിക്കൂർ 2 മണിക്കൂർ പാട്ട്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ. അതുകൊണ്ട് കടന്നു വരണമെന്ന് ശരിക്കും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരും പൾസ് അറിയത്തില്ല. ഞങ്ങൾക്ക് എല്ലാവരും പൾസ് അറിയത്തില്ല. അവർ മാത്രമേ കൂടിയവരെ വന്നതിൽ മാത്രമല്ലേ ദൈവത്തെ നിങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, കാര്യങ്ങളിലേക്ക് അഭിവൃദ്ധി ഈ പ്രദേശത്തേക്ക് അങ്ങേ അയച്ചു. നിങ്ങൾക്ക്